നമ്മുടെയൊക്കെ കുടുംബജീവിതം വളരെ സന്തോഷകരമാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അച്ഛൻ, അമ്മ, കുട്ടികൾ, ഭർത്താവ്, ഭാര്യ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കുടുംബാംഗങ്ങളുള്ള നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ആളുകളായിരിക്കും ഭൂരിപക്ഷം പേരും. പക്ഷേ നമ്മളൊക്കെ അറിയാതെ ചില ആളുകളുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, വളരെ വിചിത്രമായ ആഗ്രഹങ്ങൾ. ഇത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തകരുന്നത് അവരെ കുടുംബം മാത്രമല്ല, ഒരുപാട് ആളുകളുടെ സ്വപ്നം കൂടിയാണ്. കർണാടകയിലെ ഹുസൂർ ജില്ലയിൽ നടന്ന ഒരു ക്രൂര കൊലപാതകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 35 വയസ്സുള്ള 2 കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ടത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമായിരുന്നു. എന്നാൽ ഇത് ചെന്ന് അവസാനിച്ചത് തെങ്ങിൻ തോപ്പിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ ഒരു മൃതദേഹത്തിന്റെ രൂപത്തിലും. കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയോ കേട്ടുകേൾവില്ലാത്ത ഇത്തരമൊരു ക്രൂരകൃത്യത്തിന്റെ ഉൾക്കാഴ്ചയിലേക്കും അതേപോലെ മനുഷ്യന്റെ കാമത്തിനും ആക്രാന്തത്തിനും ഒരു പരിധിയുമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്കുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. കർണാടകയിലെ ഹസൻ ജില്ലയിലായിരുന്നു സുന്ദരേശനും ഭാര്യ പ്രീതിയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത്. സുന്ദരേശൻ സൽസ്വഭാവിയായ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ദുശീലങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 10 വർഷത്തോളമായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. സുന്ദരേശൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി രാവും പകലും എന്നില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ ഭാര്യ പ്രീതിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവളും ഇതുപോലെ ഒരു ഗാർമെന്റ്സ് കമ്പനിയിലേക്ക് തൻ്റെ ഭർത്താവിൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടി ജോലിക്ക് പോയി തുടങ്ങി. ഒരുപാട് സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ സന്തോഷത്തോടെ അവർക്ക് കഴിഞ്ഞു പോകാനുള്ള വക 2 പേരും കൂടെ സമ്പാദിക്കുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് 2025 ജൂൺ 22 ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പ്രീതി പതിവിലെന്നില്ലാതെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി സുന്ദരേശനോട് പറഞ്ഞു, ചേട്ടൻ ഇന്ന് ഓട്ടോ ഓടിക്കാനൊന്നും പോകണ്ട, കുട്ടികളെ നോക്കി വീട്ടിലിരുന്നാൽ മതി. എൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫിൻ്റെ മകൾ വലിയ കുട്ടിയായിട്ടുണ്ട്, അവിടെ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാനും സുഹൃത്തുക്കളും കൂടി ഞങ്ങളെല്ലാവരും കമ്പനി ടീമായിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടെ ഞാൻ തിരിച്ചു വരികയും ചെയ്യും. ഭാര്യയുടെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിച്ച സുന്ദരേശൻ അന്ന് ജോലിക്കൊന്നും പോവാതെ മക്കളെ നോക്കി തൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞതോടുകൂടി തന്നെ പ്രീതി ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു ബാഗും എടുത്ത് വീടിന് വെളിയിലേക്ക് പോയി. ഉച്ചയായ സമയത്ത് സുന്ദരേശൻ പ്രീതിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും തന്നെ എടുക്കുന്നില്ല. ഓക്കെ, ഫംഗ്ഷന് തിരക്കിലായിരിക്കുമെന്ന് കരുതി സുന്ദരേശൻ അത് ഒഴിവാക്കി വിട്ടു. അങ്ങനെ വൈകുന്നേരമായ സമയത്ത് സുന്ദരേശൻ ഒന്നുകൂടി വിളിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് സംഭവിച്ച അതേ കാര്യം തന്നെ വീണ്ടും സംഭവിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ആരും തന്നെ എടുക്കുന്നില്ല. രാത്രി തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇനി വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി സുന്ദരേശൻ അവരെ പിന്നെ വിളിച്ചില്ല. സമയം രാത്രിയോടടുക്കുന്നു. രാത്രി ഏകദേശം 8 മണിയായി. ഇതേവരെ പ്രീതിയെ കാണാനില്ല. സുന്ദരേശന്റെ മനസ്സിൽ ആകെ ഒരു വെപ്രാളം തുടങ്ങി. തന്റെ ഭാര്യ വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മാത്രമല്ല തന്നെ ഇതുവരെ ഒന്ന് ഫോണിൽ വിളിക്കുകയോ തന്റെ കോളുകൾ ഇതുവരെ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഏകദേശം രാത്രി 8:30 മണിയോടുകൂടിയാണ് അവരുടെ നാട്ടിലേക്കുള്ള അവസാന ബസ് വരുന്നത്. ആ ബസ്സിലും അവൾ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ബസ് കിട്ടാതെ എവിടെയെങ്കിലും കുടുങ്ങിയതാണ് എന്ന് ചിന്തിച്ചാൽ തന്നെ തൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചു വിളിക്കേണ്ടതുമല്ലേ. നേരം അത്ര വൈകിയിട്ടും പ്രീതിയുടെ ഒരു കോളോ പ്രീതി തിരിച്ചു വരുന്നതായോ കണ്ടില്ല. രാത്രി 8:30 മുതൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സുന്ദരേശൻ ആ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സംഭവിച്ചത് വലിയൊരു കാര്യമാണ്. രാത്രി 9:30 മണിയോടുകൂടി അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. സത്യത്തിൽ പ്രീതി പോയത് ഏത് സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണെന്ന് സുന്ദരേശൻ അറിയില്ല. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ചയായിട്ടുള്ളൂ ഈ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ആരെ വിളിക്കും, എങ്ങനെ വിളിക്കും എന്നൊരു ഐഡിയയും സുന്ദരേശൻ ഉണ്ടായിരുന്നില്ല. മക്കളെല്ലാം പേടിച്ച് രാത്രി ഒരുപാട് സങ്കടപ്പെട്ട് കിടന്നുറങ്ങി. എന്നാൽ സുന്ദരേശൻ തൻ്റെ വാതിൽപ്പടിയിലിരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ 9 മണിയായിട്ടും പ്രീതി തിരിച്ചു വന്നില്ല. ഇതോടുകൂടി സുന്ദരേശന്റെ മനസ്സിൽ ഭീതി ഇങ്ങനെ ആളിക്കത്തുകയാണ്. അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന നിലയ്ക്കൊരു പരാതി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം കാത്തിരുന്നു. വൈകുന്നേരമായിട്ടും യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. ഇപ്പോൾ പോലീസുകാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അവർക്കും യാതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതോടുകൂടി വൈകുന്നേരമായതോടുകൂടി പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടുകയാണ്. പ്രീതിയുടെ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച സൈബർ സെക്യൂരിറ്റി ടീം ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോയ പ്രീതി അവസാന ലൊക്കേഷൻ കാണിക്കുന്നത് മൈസൂരിലാണ്. ബുധനാഴ്ച രാവിലെ സൈബർ സെക്യൂരിറ്റി ടീമിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ്.
പ്രീതിയുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്, പക്ഷെ ആരും കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത്തവണ അത് ഓൺ ആയിരിക്കുന്നത് മൈസൂർ വെച്ചിട്ടല്ല, മാണ്ഡ്യ ജില്ലയിലെ KR പുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. സൈബർ സെക്യൂരിറ്റി ടീം അവരുടെ ഫോണിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ ഫോണിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നും ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു യുവാവായിരുന്നു. അവന്റെ പേര് കൃഷ്ണ എന്നായിരുന്നു. അവനൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളായിരുന്നു. അവനെ അന്വേഷിച്ച് സൈബർ സെക്യൂരിറ്റി ടീം പോയ സമയത്ത് അവർ സൈബർ സെക്യൂരിറ്റി ടീമിനോട് പറഞ്ഞത്, സാർ, കഴിഞ്ഞ ദിവസം പ്രീതി എന്നൊരു ലേഡി എൻ്റെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ എൻ്റെ കാറിൽ വെച്ച് മറന്നതാണ് ഈ ഫോൺ ഞാൻ ചാർജ് ചെയ്ത് നോക്കിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയതാണ്. അതല്ലാതെ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേ ദിവസം തന്നെ KR പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റൊരു ഫോൺ കോൾ വരുന്നു. അതൊരു തെങ്ങിൻ തോപ്പിൽ നിന്നും മറ്റൊരാൾ വിളിച്ചതായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, സാർ, തെങ്ങോലകൾ കൂട്ടിയിരിക്കുന്ന ഭാഗത്ത് നിന്നും മലീമഷമായ ദുർഗന്ധം വരുന്നുണ്ട്. അവരുടെ നായ്ക്കൾ എന്തൊക്കെയോ കടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്താണെങ്കിലും പെട്ടെന്നൊന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? പോലീസ് ഉടൻ തന്നെ ആ തെങ്ങിൻ തോപ്പിലെത്തി. ഈ പറഞ്ഞ സ്ഥലത്തെത്തി തെങ്ങിൻ്റെ ആ തെങ്ങോലകൾ മാറ്റിയ സമയത്ത് അവർ കണ്ട കാഴ്ച ഇങ്ങനെ തലച്ചോറിനെ മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. നഗ്നമായ രീതിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അഴുകിയ രൂപത്തിലായിരുന്നു അവരെ അവിടെ കണ്ടത്. ഇത് കണ്ട് ഞെട്ടിയ പോലീസുകാർ ഉടനെ തന്നെ ആ തെങ്ങിൻ തോപ്പിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി. ആ തെങ്ങിൻ തോപ്പിൻ്റെ ഉടമസ്ഥൻ്റെ പേര് പുനീത് എന്നായിരുന്നു. 28 വയസ്സുള്ള ആ യുവാവ് സാമ്പത്തികമായി വലിയ നിലയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. പോലീസ് പുനീതിനോട് ഈ സ്ത്രീയെ പറ്റി അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പുനീതിന്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു. അവൻ പറഞ്ഞത്, സാർ, എനിക്ക് ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്. അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നോക്കേണ്ടത് എൻ്റെ കടമയല്ല. ഇവിടെ ഈ തെങ്ങോലകൾ കൂട്ടിയിടാൻ വേണ്ടി പറഞ്ഞത്, എൻ്റെ തൊഴിലാളികളോട് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഒരുപക്ഷെ കൊന്നു തള്ളിയതായിരിക്കാം. ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൃതദേഹത്തിന് ഏകദേശം 4-5 ദിവസത്തെ പഴക്കമുണ്ടെന്നും 35-നും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നുള്ളതുമാണ്. ഹസനിൽ നിന്ന് കാണാതെ പോയ പ്രീതിയുടെ മൃതദേഹമാണോ എന്നിവിടെ പോലീസിന് ഒരു സംശയം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവർ സുന്ദരേശനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നു. സത്യത്തിൽ ആ അഴുകിയ മൃതദേഹം കണ്ട് സുന്ദരേശൻ പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞ ദിവസം തൻ്റെ വീട്ടിൽ നിന്നും ഞാൻ വൈകുന്നേരം തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോയ തൻ്റെ പ്രിയതമ്മ പ്രീതിയുടേത് തന്നെയായിരുന്നു. ആദ്യം പോലീസ് സംശയിച്ചത് സുന്ദരേശനെ തന്നെയായിരുന്നു. ഒരു പക്ഷേ അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് മറച്ചു വെക്കാൻ വേണ്ടി അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയതാണോ എന്നാണ് പോലീസ് സംശയിച്ചത്. എന്നാൽ പിന്നീട് അവൻ നിരപരാധിയാണെന്ന് പോലീസിന് വ്യക്തമായി. പിന്നീട് പ്രീതി ജോലി ചെയ്ത കമ്പനിയിൽ ചെന്ന് ഇത്തരമൊരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച സമയത്ത് പോലീസിന് മനസ്സിലായി, അന്ന് അവിടെ അത്തരത്തിൽ യാതൊരു ഫംഗ്ഷനും നടന്നിട്ടുമില്ല. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പ്രീതിയുടെ തലയോട്ടിയിൽ കനത്ത എന്തോ ഒരു സാധനം കൊണ്ട് നല്ല രീതിയിൽ ഒരു അടി കയറ്റിയിട്ടുണ്ട്. മാത്രമല്ല, കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിചിത്രമായ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണപ്പെടുന്നതിന് തൊട്ടു മുന്നേ പ്രീതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഇതേ തുടർന്ന് പോലീസിന്റെ അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് ഗതിമാറുകയാണ്. പ്രീതിയുടെ ഫോൺ കോളുകളെ ചുറ്റിപ്പറ്റിയായിരുന്നു പോലീസിന്റെ അന്വേഷണം. കഴിഞ്ഞ 6 മാസത്തിൽ പ്രീതി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്തിനൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ ഫോൺ രേഖകൾ സൈബർ സെക്യൂരിറ്റിയുടെ സഹായത്തോടു കൂടി പോലീസ് വിദഗ്ധമായി പരിശോധിച്ചു. എന്നാൽ അവിടെ നിന്നും അവർക്ക് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ കോൾ ലിസ്റ്റ് പരിശോധിച്ച സമയത്ത് ഒരു നമ്പറിലേക്ക് ഒരുപാട് തവണ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി. ആ നമ്പർ ആരുടേതെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസിനെ ശരിക്കും അതൊരു ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. അത് തങ്ങൾ മുൻപ് ചോദ്യം ചെയ്ത ആ തോപ്പിന്റെ ഉടമസ്ഥൻ പുനീതിൻ്റെതായിരുന്നു. പുനീതിന്റെ ലൊക്കേഷൻ പരിശോധിച്ച സമയത്ത് പിന്നീട് അവർക്ക് വ്യക്തമായി, പ്രീതി മൈസൂരിലുണ്ടായിരുന്ന അതേ ദിവസം പുനീതും അതേ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസ് പുനീതിന്റെ വീട്ടിലെത്തി അവനെ കൈവിലങ്ങ് വെച്ചു അറസ്റ്റ് ചെയ്തു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വെച്ച് അവനെ ചോദ്യം ചെയ്ത സമയത്ത് ആദ്യം ഇതെല്ലാം നിരസിച്ചെങ്കിലും പിന്നീട് അവന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. വളരെ വ്യക്തവും പ്ലാൻഡുമായിട്ട് ചെയ്ത ആ ക്രൂരകൃത്യത്തിന്റെ, ആ മർഡറിന്റെ ഓരോ ഭയാനകമായ സത്യങ്ങളും അവനവിടെ തുറന്നു പറയേണ്ടി വന്നു. പുനീതിന് പണത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ജൂൺ 19-ാം തീയതി രാത്രി ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുനീതിന്റെ ഫോണിലേക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത്. അത് മറ്റാരുടെയും ആയിരുന്നില്ല, പ്രീതിയുടേതായിരുന്നു. പിന്നീട് അവർ പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൂട്ടത്തിൽ താൻ കല്യാണം കഴിച്ചതാണെന്നും തനിക്ക് 2 കുട്ടികളും ഉണ്ടെന്നുള്ള സത്യങ്ങൾ എല്ലാം തന്നെ പ്രീതി പുനീതിനോട് തുറന്നു പറഞ്ഞു. പിന്നീട് അവർ പരസ്പരം സംസാരിച്ചു, അടുത്തു. ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർ നേരെ വാട്സപ്പിലേക്ക് നമ്പറുകൾ കൈമാറി. അവിടെ നിന്നും വീഡിയോ കോളുകൾ മണിക്കൂറുകളോളം നിന്നു. കഴിഞ്ഞ വെറും 3 ദിവസങ്ങൾ കൊണ്ട് അവർ പരസ്പരം നന്നായിട്ട് അടുത്തു. ഇതിനിടയിലാണ് പ്രീതി പുനീതിനോട് ഒരു കാര്യം പറയുന്നത്, എനിക്ക് അപരിചിതരായ ആരെങ്കിലും ഒരാളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്.
നീയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, നിനക്കാണെങ്കിൽ ഒരുപാട് സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നീ ഇപ്പോൾ ഫ്രീ അല്ലേ? എനിക്ക് സത്യത്തിൽ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്, ഈ കുട്ടികളും ഭർത്താവുമായിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് മടുത്തു എന്ന് മാത്രമല്ല, എനിക്ക് അപരിചിതമായ ആ ആഗ്രഹം കൂടി ഇതിനോട് ചേർത്ത് അവൾ പറയുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മൈസൂരിൽ ആരും അറിയാതെ നമുക്കൊരു റൂം എടുത്ത് പരസ്പരം കാണാമോ? വിവാഹിതയായ ഒരു സ്ത്രീ സത്യത്തിൽ തന്നോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് പുനീത് ആദ്യം ഞെട്ടിത്തരിക്കുകയാണ്. എന്താണ് പെട്ടെന്ന് മറുപടി പറയേണ്ടത് എന്ന് പുനീതിന് ഒരു ശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ശങ്ക ഒത്തിരി നേരത്തേക്ക് നീണ്ടുപോയില്ല. തനിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട് എന്നുള്ളത് അയാൾ തിരിച്ചറിയാണ്. അതിനുശേഷം പ്രീതിയോട് അവൻ പറയാണ്, ശരി, സമ്മതിച്ചു, നമുക്ക് ഞായറാഴ്ച മൈസൂരിലേക്ക് പോകാം, അവിടെ വെച്ച് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാം. പിന്നീട് ഭർത്താവിനോട് കള്ളം പറഞ്ഞുകൊണ്ട് പ്രീതി അന്നേ ദിവസം ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്. അതിനുശേഷം മൈസൂരിലെ കൃഷ്ണസാഗറിലെ ഒരു ലോഡ്ജിൽ അവരൊരു റൂം എടുക്കുന്നു, അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നു. പിന്നീട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ വെച്ചാണ് കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത്. സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം സ്വാഭാവികമായും മനുഷ്യന് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രീതിയുടെ മാനസികാവസ്ഥ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പ്രീതിക്ക് ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ലൈംഗികതയിൽ ഏർപ്പെടാൻ വേണ്ടി പുനീതിനെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. സത്യത്തിൽ പുനീതിന് താല്പര്യമുണ്ടായിരുന്നില്ല, കാരണം അയാൾ വെറുമൊരു സാധാ മനുഷ്യനായിരുന്നു. എന്നാൽ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ വീണ്ടും വീണ്ടും ഇതിനെല്ലാം സമ്മതിച്ചു. അവസാനം അവൻ സമ്മതിക്കാത്ത ഘട്ടങ്ങൾ വരുന്ന സമയത്ത് പുനീതിനോട് പ്രീതി പറയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ ക്യാഷ് തരാം. അവളുടെ ആ ഭയാനകരമായ നിർബന്ധിക്കൽ കണ്ട് സത്യം പറഞ്ഞാൽ പുനീത് പേടിച്ചുപോയി. എന്നിട്ട് അവർ തീരുമാനിച്ചു, ഏകദേശം 3 മണിയോടുകൂടി ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പുനീത് തീരുമാനിച്ചു. ശേഷം തന്റെ നാടായ മാണ്ഡ്യയിലേക്ക് ഇവർ കാറിൽ സഞ്ചരിക്കാൻ തുടങ്ങി. മാണ്ഡ്യയിൽ വെച്ച് പ്രീതിയെ നാട്ടിലേക്ക് ബസ് കയറ്റി വിടാനായിരുന്നു പുനീതിന്റെ പ്ലാൻ. എന്നാൽ കാറിൽ വെച്ച് പ്രീതി വീണ്ടും പുനീതിനോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് മാണ്ഡ്യയിലെ കാടുകളുള്ള ഭാഗത്തു കൂടി സഞ്ചരിക്കാം, അവിടെ വെച്ച് എനിക്ക് ഒരിക്കൽ കൂടി ബന്ധപ്പെടണം, അതിനുശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. തൻ്റെ നാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ലെന്ന് പുനീതിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പുനീത് ഇത് നിരസിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവർ തമ്മിൽ വീണ്ടും വലിയ വഴക്കുണ്ടാവുകയാണ്. രാത്രി 8 മണിയായി. പ്രീതിയുടെ വാക്കുകൾ പരുഷമായ രീതിയിലേക്ക് മാറി തുടങ്ങി. നിന്നെയൊക്കെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനു പറ്റും? നിന്നെയൊക്കെ എന്തിനെങ്കിലും കൊള്ളാമോ? നീയൊക്കെ ഒരു മനുഷ്യനാണോ? എന്നുള്ള രീതിയിൽ ആ കാട്ടുവഴിയിൽ വെച്ച് ആ രാത്രി പുനീതിന്റെ മുഖത്ത് നോക്കി പ്രീതി ഇത്തരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തൻ്റെ പൗരുഷത്തെ ഒരു സ്ത്രീ ഈ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് പുനീതിന് ഒട്ടും സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. തന്നെ ആ പാതിരാത്രി ഒരു സ്ത്രീ അത്തരത്തിൽ ചോദ്യം ചെയ്തത് അവന്റെ സകലമാന നിയന്ത്രണങ്ങളും അവിടെ നശിപ്പിച്ചു. അവൻ ശക്തമായി അവളുടെ കഴുത്തിലേക്ക് ഞെരിക്കാൻ തുടങ്ങി. ഈ കഴുത്തിലേക്ക് ഇങ്ങനെ ഞെരിച്ചു തുടങ്ങിയ സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ നിലത്തേക്ക് പിടഞ്ഞു വീഴാണ്. പക്ഷേ ഇതൊന്നുകൊണ്ടും അവന്റെ ദേഷ്യം അവിടെ അടങ്ങുന്നില്ല. അവൻ തൊട്ടടുത്ത് കിടന്ന ഒരു കരിങ്കല്ലെടുത്ത് പ്രീതിയുടെ തലയോട്ടിയിലേക്ക് ശക്തമായി ആഞ്ഞടിച്ചു. പ്രീതിയുടെ ജീവൻ അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇതൊന്നുകൊണ്ടും തീരുന്നില്ല. പ്രീതി മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ പുനീതിന് നല്ല രീതിയിൽ മനസ്സിൽ ഭയം കയറുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പുനീത് ആദ്യത്തെ കുറച്ച് സമയം ഇങ്ങനെ നിശബ്ദനായിട്ട് ഒരു മൂലയിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. പക്ഷേ അവന് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നോ? അവൻ ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലായി, താൻ ഈ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് തന്നെ പിടികൂടുമെന്നും മാത്രമല്ല തനിക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലാത്ത ഈ തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും അവൻ തിരിച്ചറിഞ്ഞു. അവൻ നേരെ കാറിന്റെ ഡിക്കിയിലേക്ക് പ്രീതിയുടെ മൃതദേഹം കയറ്റി. ശേഷം അവൻ നേരെ പോയത് അവന്റെ തെങ്ങിൻ തോപ്പിലേക്കായിരുന്നു. തെങ്ങിൻ തോപ്പിൽ ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് എത്തിപ്പെടാത്ത ഒരു മൂലയിലേക്ക് ആ മൃതദേഹം അവൻ കൊണ്ടു തള്ളി. അതിനുശേഷം കുറെ തെങ്ങോലകൾ അതിന്റെ മേലയിലേക്ക് എടുത്തു വെച്ചു. അവളുടെ മൃതദേഹം ആ ട്രാവൽ ഏജൻസിയുടെ കാറിൽ വെച്ച് മറന്നുപോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ആ വഴിക്ക് തൻ്റെ പേരിലൊരു അന്വേഷണം വരില്ല എന്നുള്ളത് പുനീതിന് 100% ഷുവറായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ മൃതദേഹം അവിടെ കിടന്ന് അഴുകിയപ്പോഴാണ് പണി പാളി എന്നുള്ളത് പുനീതിന് മനസ്സിലായത്. തൻ്റെ ഭാര്യയുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് മനസ്സിലാക്കിയ സുന്ദരേശൻ കോടതിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. എൻ്റെ കുട്ടികളെ ഓർത്ത് ഞാൻ രാവും പകലും കഷ്ടപ്പെട്ടത് ഞാൻ ഈ ചതി അർഹതപ്പെട്ടതാണോ? ഇത്തരം ചോദ്യങ്ങൾ അവൻ പോലീസിനോടായി ചോദിച്ചപ്പോൾ അവർക്ക് തലകുനിച്ച് നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല. സുഹൃത്തുക്കളെ, പാശ്ചാത്യ നാടുകളിൽ പോലും ആളുകൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ ദിവസങ്ങളോ മാസങ്ങളോ എടുക്കാറുണ്ട്. പക്ഷേ വെറും 3 ദിവസം കൊണ്ട് ഈ 35-കാരിയായ സ്ത്രീ ഒരു പുരുഷനെ തേടി പോവുകയും അയാളെ ബലാത്കാരമായി ലൈംഗികമായി ബന്ധപ്പെടാൻ നിർബന്ധിക്കുകയും ചെയ്ത് അവസാനം ഈ കൊലപാതകത്തിലേക്ക് എത്തിപ്പെട്ടത് മനുഷ്യന്റെ കാമത്തിനും ആർത്തിക്കും എത്രത്തോളം ഭയാനകരമായ മറ്റൊരു മുഖമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന
ജീവിച്ച് മരണമടഞ്ഞ മറ്റൊരു ഉദാഹരണമാണ് പുനീത് പ്രീതി കേസ്. ഇതിൽ പ്രതിയായ പുനീത് ഇപ്പോൾ ജയിലിലാണ്. പക്ഷേ ആ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച, ആ സ്ത്രീക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ആ കുടുംബം ഇന്ന് അനാഥമായി. ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, കഥയിൽ നിന്ന് നിങ്ങൾ നല്ല ഉദ്ദേശങ്ങൾ മാത്രം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.